അതേ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് പോവാണ്. വാട്ടർ മെട്രോയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. ഇവിടെ പിന്നെ ആണോ? നമസ്കാരം ചേട്ടാ. ഞാൻ വാട്ടർ മെട്രോയിൽ കയറാനാ. അതിലൊരു കാഴ്ചയില്ല. നമ്മുടെ ബോട്ടാണെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി കാണും. നമുക്ക് കാഴ്ചയൊന്നും വേണ്ട. ഇതാണ് ഹൈക്കോടതി. 6 ഐലൻഡുകളും 20ഓളം കാഴ്ചകളും അത് 13 മിനിറ്റാണ്. അബ്ദുൽ സലാം സ്ക്വയർ. അവിടെ ഇറങ്ങില്ല. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ എവിടെയാണ് വാട്ടർ മെട്രോൻ്റെ ടിക്കറ്റ് കൗണ്ടർ? ഇവിടെയാണോ? എവിടെയാണ്? വാട്ടർ മെട്രോ പ്രവേശനം ഇതിലാണ്. വാട്ടർ മെട്രോൻ്റെ ഉള്ളിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് വാട്ടർ മെട്രോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് 2 ടിക്കറ്റ് വാട്ടർ മെട്രോയിലേക്കുള്ളത്. ഇവിടെ ഇരിക്കുക കുറച്ച് നേരം. വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നു കേട്ടോ. അത് പിടിച്ചേ. അതെ വാട്ടർ മെട്രോ വിടാറേ. വേഗം പോവാ. ഫോർട്ട് കച്ചിരിക്കാൻ ഉണ്ടാ പോണത്. ഫോർട്ട് കച്ചിരിക്കുക. അതെ നിന്നുപോലെ ചാർജ് കഴിയാറായെന്ന് പറയണ്ടേ? നോക്കണ്ടേ? ബോൾഗാട്ടി പാലസാണത്. ബോൾഗാട്ടി മരങ്ങൾ കാണാൻ റൗണ്ടില്.
എവിടെ നിൽക്കുന്നറിയോ? വാട്ടർ മെട്രോയില് വാട്ടർ മെട്രോ തെറ്റിപ്പോയി. വാട്ടർ മെട്രോ എന്തൊരു ഭംഗിയാ കാണാൻ. വാട്ടർ മെട്രോയിലുള്ള ഒരു യാത്ര വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ? നല്ല ഭംഗി കാണാൻ. പൂവാറ ഇത് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? അവര് വഞ്ചി തുഴഞ്ഞു പോകണുണ്ടോ? കണ്ടത് വല്ലാർപാട കണ്ടെയ്നർ ടെർമിനലാണ് കേട്ടോ. അടുത്തായി അങ്ങനത്തെ പറയണതല്ല. പോണൊരു വാട്ടർ മെട്രോ. ഇതേ ഈ എയർ കണ്ടീഷണർ ആയിരുന്നേ. ഇതിൽ മറ്റേ ടിൻഡ് ഗ്ലാസ് ആണ് ഇതിലിട്ടേക്കുന്നുണ്ട്. അത് കാരണം അവിടെ കറുത്ത കണ്ണ്. വാട്ടർ മെട്രോയിൽ ഉള്ള യാത്ര ഉണ്ടല്ലോ, വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ്. AC ആണ്. മൊത്തം 96 പേർക്ക് യാത്ര ചെയ്യാം. 40 പേർക്ക് ഇരുന്നും 36 പേർക്ക് നിന്നും യാത്ര ചെയ്യാം. വെറും 40 രൂപ. എവിടുന്ന്? നമ്മുടെ ഹൈക്കോർട്ട് ഉണ്ടല്ലോ, ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരാം. അപ്പം ഞങ്ങളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈക്കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകും. ഫോർട്ട് കൊച്ചി പോയി ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഫോർട്ട് കൊച്ചിയൊക്കെ കണ്ട് തിരിച്ച് മെട്രോണിന് ഞങ്ങൾ തിരിച്ചു പോരും. മെട്രോണിന് തിരിച്ചു വരാൻ പറ്റില്ല ഞങ്ങൾ ബസ്സിന് പോരും. അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ ബോൾഗാട്ടി. ഇതാന്ന് തോന്നുന്നത്. ഈ കണ്ടിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു കപ്പൽ കിടക്കണേക്ക്. ഇതേ ഒരു കപ്പൽ അവിടെ നിന്ന് കപ്പല ബോട്ടോ ഇന്നലെ വേറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ബോട്ട് കപ്പല് കാരണം കിടക്കണേക്ക് അവിടെ. അത് കപ്പൽ തന്നെയാണ്. ഇത് മണിയുണ്ടോ അവിടെ ഇരിക്കുന്നത്? മണി കെട്ടിയതാണ്. അത് പോവാണോ ആ കപ്പല്? ആ കപ്പല് പോണതാണോ? ആ കപ്പലൊക്കെ എടുക്കാന്നുണ്ട്. അത് കുറെ നേരം അവിടെ കിടക്കുന്നത്. അതെ, ഇത് അങ്ങടെ എത്തിരിക്കും വേണമെങ്കിൽ അല്ലേ ആ സ്ഥലത്തേക്ക്. ഇതിപ്പോ ഫോർട്ട് കൊച്ചിയിലേക്ക് പോണെന്ന്. അവിടെ ചീന വലിയ കിട്ടാനുണ്ട്. ചീന അത് എന്തിനാണ്? അത് വെല്ലിംഗ്ടൺ ഐലൻഡോ? വെല്ലിംഗ്ടൺ ഐലൻഡ് ഇല്ലേ? ആ അല്ലാതെ വെല്ലിംഗ്ടൺ ഐലൻഡ് ആണെന്നത് ആ കണ്ടത്. ഏത്? ഇത് വെല്ലിംഗ്ടൺ ഐലൻഡാണെന്ന് തോന്നുന്നത്. പാലസല്ല. നല്ല ഭയങ്കര ഇത് കടൽ കൊക്കുകളുണ്ട്. കടൽ കൊക്കുകൾ എന്തോരല്ലേ?
തീരാറായി. ഇത് വേറെ സ്ഥലമാണ്. അതെ. ഫോർട്ട് കൊച്ചി അല്ലാന്നുണ്ടത്. ഫോർട്ട് കൊച്ചി ആയതിന് ഫോർട്ട് കൊച്ചി ഇവിടെ എഴുതിച്ചിട്ടുണ്ടോ? ഇരിച്ചിട്ടുണ്ടോ? ആ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ എത്തി. ഇനി ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വേണം. ഫോർട്ട് കൊച്ചി അതേ ബോർഡ് ഫോർട്ട് കൊച്ചി. അത് നോക്ക് ചേട്ടാ, ആ കാന്തം കിടന്നിട്ട് ഇതെടുക്ക്. നിങ്ങൾ ഷോർട്ടൊക്കെ ഇടാം പറയണത്. ആ ബോട്ട് ആ കപ്പല് അവിടെ എത്തി. ഇറങ്ങിക്കോ സ്ഥലത്തി. അവിടെ നാക്കരുത് കയറാൻ. അപ്പോൾ അവിടെ ഞങ്ങളിവിടെ എത്തിട്ടോ. ഞങ്ങളിത് ഇറങ്ങണ്. വാട്ടർ മെട്രോന്ന് ഇറങ്ങി. നല്ല അതെ വാട്ടർ മെട്രോന്ന് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇറങ്ങി 40 രൂപയ്ക്ക് നല്ല സുഖമായ യാത്ര. ഇനി ഇതേ ആൾക്കാർ കയറാൻ നിൽക്കണ്. ഇതാണ് ഫോർട്ട് കൊച്ചി കേട്ടോ. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോന്റെ ഫോർട്ട് കൊച്ചി. കയറാൻ നമ്മൾ ഇത് മറ്റേ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങണമെങ്കിലേ നമുക്കവിടെ നിന്ന ടിക്കറ്റ് ഇല്ലേ, ആ ടിക്കറ്റ് അതുപോലെ അവിടെ നമ്മളവിടെ ചെയ്തില്ലേ അതുപോലെ ഇവിടെയും ചെയ്യണം. അതെ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വേണ്ട. ഇതാ ടിക്കറ്റ് ഉണ്ടല്ലോ, തിരിച്ചു വരുമ്പോൾ ഈ ടിക്കറ്റുകളൊക്കെ അവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്താലാണ് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെയാണ് സ്കാൻ ചെയ്യുന്നത്. അതിനെ പറയാം ഇതെവിടെ ആളില്ല. നമ്മളെ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മളെ തുറന്നില്ലല്ലോ. വല്ലാത്തൊരു സാധനം കേട്ടോ. പുറത്തേക്ക് കിടക്കാം. അതെ ലാസ്റ്റ് 6:55 കേട്ടോ. ലാസ്റ്റ് 6:55 നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടേ അവിടെ പോയിട്ട് പറഞ്ഞൊന്ന് കറങ്ങിട്ട് വരാം നമുക്ക്. അത് ഇവിടേക്ക് എത്തിയില്ലപ്പോ. വാസ്കോ ഡ ഗാമ സ്കയർ ഇത് ഈ സ്ഥലത്തേക്ക് എത്തി. ഞങ്ങളന്ന് ഇവിടെ വന്നില്ല, പ്രിയങ്കയുടെ കൂടെ ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് ഇവിടെ പണിയുന്നുണ്ടായി. ഫോർട്ട് കൊച്ചി വണ്ടി വേണ്ട വേണ്ട, ഞങ്ങൾ ചുമ്മാ നടക്കാം. ഇത് വളരെ എളുപ്പമായി. എന്താ അറിയാ, ഇത് ഇവിടേക്കൊക്കെ എത്ര എളുപ്പത്തിന് എത്ര ഞാൻ വിചാരിച്ചു ഒരുപാടൊക്കെ നടക്കേണ്ടി വരും ചെയ്യാൻ. നല്ല സുഖമായി ഇവിടെ കാണാൻ. ജൂതന്മാരുടെ പള്ളിയും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ വാട്ടർ മെട്രോയിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ മറ്റേ ഫോർട്ട് കൊച്ചിയില്ലേ, ഫോർട്ട് കൊച്ചി, നെഹ്റു പാർക്ക്, വാസ്കോ ഡ ഗാമ സ്ക്വയർ, അവിടേക്കൊക്കെ വരാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അതിന്റെ തൊട്ട് മുമ്പിലാണ് ഓപ്പൺ എയർ തിയേറ്റർ. ആടാ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക്, വാസ്കോ ഡ ഗാമ സ്ക്വയർ. ഈ ഭാഗം കാണാൻ, ഇവിടെ വാട്ടർ മെട്രോ ഇത്രയ്ക്കും ഗംഭീരമാക്കി എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. സൂപ്പറായി. ഞാനും കുമാറും കൂടിട്ടാ വന്നത്. അന്നങ്ങനെ ഇല്ല, അന്നൊന്നും ആയിട്ടൊന്നുമില്ല. ഇതൊന്നും ആയിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴും പ്രിയങ്കയുടെ കൂടെ വന്നപ്പോഴും നമുക്ക് ഇതിലേക്ക് ഇതിലോട്ട് കയറണം. ഇതിലേക്ക് കയറിയിട്ട് ആ സൈഡിലുള്ളതൊക്കെ നോക്കിയിട്ട് വരാം.
പോയിച്ചേട്ടൻ്റെ സ്ഥാനത്ത് പോകണം കളയേണ്ടത്. ഞങ്ങൾ വന്ന വാട്ടർ മെട്രോ ഇതേ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്തൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോണവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. വേണ്ടതുണ്ട് പക്ഷേ പുതിയത് ഞങ്ങളേ വാട്ടർ മെട്രോ വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി ഉണ്ടല്ലോ, ഫോർട്ട് കൊച്ചി ഐലൻഡിൽ വന്നിട്ട് കടലിൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതും കൂടിയൊക്കെ നമുക്കൊന്ന് കാണാം. അവിടെ മറ്റേ പ്രിൻസസ് റോഡില്ലേ, പ്രിൻസസ് റോഡ്. നോക്കടി നീ കണ്ടോ? വലിയ കിളിമീൻ കൂന്തള്, വലിയ കിളിമീൻ നങ്കണം നങ്ക് കണ്ടോ, വലിയ ചെമ്മീൻ കണ്ടോ, കൊഞ്ച്, കൂന്തല് കൂന്തല്. കൊഞ്ചിനൊക്കെ എന്താ വില? 1000 രൂപ. കരിമീൻ കൊഞ്ച് ഇതൊക്കെ സാധാരണ മീൻ പിടിച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറണം. ടവർ റോഡ്. ഇതൊക്കെ നിങ്ങളുടെ നോക്ക്, ഇതൊക്കെ തുരുമ്പ് പിടിച്ചു തുടങ്ങി. അല്ല സ്റ്റൈലിലെ കെട്ടത് ഇങ്ങനെ പിടിക്കാൻ സ്റ്റൈൽ ഇതിങ്ങനെ ഫുള്ളാകട്ടെ കേട്ടുള്ളൂ. और कोल्ड लॉक और इशू രണ്ടാമത്തെ ഗോൾ ഗളുത്താകട്ടെ ಇಲ್ಲ മൂന്നാമത്തെ 2 ഗോൾ ചെയ്യാൻ നോക്കിടാം. പിന്നെ മൊത്തം തലേ തരാങ്ങ തുമ്പത്തും 5 പത്തറ് ಬೇರೆ ಬೇರೆ ಅಚ್ಚಿಂದ 15 ಅಚ್ಚು പാക്കറ്റിലുണ്ട്. ഇതിൻ്റെ ഏത് അച്ച് വേണം ഒരു അച്ച് ഇതിലിടുന്ന അരി മാവുണ്ട മറ്റേ അരി കടല ഏത് മാവ വേണം എങ്ങനെ മാവ് ഇടുന്ന ഇതുണ്ട് സാർ. അങ്ങനെ പ്രസ്സാക്കാൻ വേണ്ടി നിർത്തും. ഇത് പ്രസ്സാക്കാൻ തിരിച്ചാൽ തിരിയാക്കും. 100 രൂപ. 100 രൂപക്ക് ഈ ഒരു പാക്കറ്റിൽ മൊത്തം ടൈപ്പ് അച്ച് ഇതിലുണ്ട് സാർ. 15 ടൈപ്പ് അച്ചുണ്ട്. അടുത്ത ബോയിലർ വേണ്ട, ബോയിലർ ഫോർട്ട് കൊച്ചിയിലേ മഴയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ നടക്കുന്നതാണ്. നല്ല സുഖാട്ടോ.
മഴയൊന്നുമില്ല, നല്ല വെയിൽ. നേരെ എടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കഴക്കോട്ട് പിടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും. ഇങ്ങനത്തെ ബോട്ട് വയ്ക്കുന്നത് കളി ബോട്ട്. തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. കടൽക്ഷോഭമൊന്നും ഇല്ല, കടൽ ക്ഷോഭിച്ചിട്ടൊന്നുമില്ല. വളരെ ഈ ഫോർട്ട് കൊച്ചി കടലിൻ്റെ തീരം കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കടലിലേക്ക് പോയിട്ടുള്ള മാലിന്യങ്ങളുണ്ടല്ലോ, മാലിന്യങ്ങളൊക്കെ കരക്കടിഞ്ഞ് കയറിയിട്ട് കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുക ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രശ്നം ഇവിടെ അങ്ങനെ തനിച്ച് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി കടൽ തീരത്തേക്ക് തിരമാലകളൊക്കെ ഇത്ര ശക്തിയിലാണ് പറയണമെന്നറിയോ. അപ്പം ഞങ്ങൾ ഏകദേശം കുറച്ച് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ പാട്ട് അടുത്ത തിരമാല ഇപ്പോൾ വരാൻ പോണ്. വരണ്ട, ഇളകിണ്ട് വരണ്ട. ആ വന്ന് ഇവിടെ നടക്കാൻ പറ്റില്ല. ആ മൂല വരെ പോയിട്ട് വരാം, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഏത് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുമ്പോഴല്ലോ സംഗതി നടക്കുമ്പോഴൊക്കെ നല്ല സുഖമൊക്കെയുണ്ട്. ഇതേമാതിരി തിരിച്ച് നടക്കണ്ടേ, എന്തോരം വഴിയെന്നറിയാം നടക്കാനുണ്ട്. ഞാൻ അവിടത്തോളം വരെ പോകുള്ളൂ കേട്ടോ. ആ മൂല്യം ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് തിരിച്ചു പോയി. ഞാൻ അവിടെ ചായ ഉണ്ടേ, ചായയും കാപ്പി ഉണ്ട് അവിടെ. വാ, റോയൽ ദേശി കപ്പ, അവിടേക്ക് പോവാ.
അതവിടേക്ക് വേണം. ആരുമില്ല, ഇവിടെ പോവാം. എമ്പാണ് കണ്ടു ഇവിടെ. ലൈറ്റ് കുറഞ്ഞു കേട്ടോ. ഇതിൻ്റെ പുറകിലാണ് മറ്റേ ബോയിലർ. ആ ബോയിലർ. ഇത് കാണുന്നത് ബോയിലറാണ്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. വെള്ളം ചൂടാക്കി അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു. കൊട ഉണ്ടാക്കി കൊട കരിക്കിനെ പറ്റിയിട്ടാണ്. കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാനേ കരിക്കിനെ പറ്റിയിട്ടാണ് എനിക്ക്. ഇത് ടവർ റോഡാണ് കേട്ടോ. ടവർ റോഡ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ടവർ റോഡ്. നീം റാണാസ് ടവർ ഹൗസ്. ഇത് പണ്ടത്തെ പോർച്ചുഗീസുകാരൊക്കെ ഉള്ള സമയത്തേ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് അതൊക്കെ. എന്ത് ഏതാ ഇത്? ഓൾഡ് ഹാർബർ ഹോട്ടൽ. മഴക്കാറുണ്ടല്ലോ. ഓൾഡ് ഹാർബർ ഹോട്ടൽ. അപ്പം ഞങ്ങളേ ഫോർട്ട് കൊച്ചിയിൽ ടവർ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. ടവർ റോഡിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് റോഡ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. പ്രിൻസസ് റോഡാണ്. ഇതിവിടെ ഒരു പുതിയൊരു വേറെ വേണ്ട വീട് നോക്കി. വീടല്ല, ഇത് ഹോട്ടലൊന്നും രണ്ടാണ് കേട്ടോ. ഓപ്പൺ ഉണ്ടാവും. എന്താണ് പ്ലൻബ് ഹൗസ് ഓഫ് കിങ്. അവിടെ വേറെ എന്തൊരു സംഗതിയാണെന്ന് തോന്നുന്നു. എന്തായാലും തോന്നുന്നു. ഏതാണ് കേട്ടോ പ്രിൻസസ് സ്ട്രീറ്റ്. പ്രിൻസസ് സ്ട്രീറ്റാണിത്. പഴയകാല പോർച്ചുഗീസുകാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ പണ്ട് കാലത്ത്. പ്രിൻസസ് സ്ട്രീറ്റിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? പ്രിൻസസ് സ്ട്രീറ്റിലൊന്ന് പോയിട്ട് നടന്നിട്ട് വരാം നമുക്ക്. പ്രിൻസസ് സ്ട്രീറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം നമുക്ക്. ആർട്ട് എംപോറിയം. ഓയിൽ ജെട്ടി റെസ്റ്റോറൻറ്റ്. ഇത് പണ്ട് കാലത്തേ പോർച്ചുഗീസുകാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ജെട്ടി റെസ്റ്റോറൻറ്റ്. ഇതാ വിളക്ക് കാലമുണ്ട്. ആ വിളക്ക് കാലൊക്കെ കണ്ടോ? ഇത് ഹോട്ടലാണ് കേട്ടോ. ഏതായാലും നടത്തണം മറുപടിയാണ് വരാം. ചന്ദനത്തിരി അല്ലേ? കട ഓൾഡ് കവരട്ടി ആർട്ട് ഹോട്ടൽ. കവരത്തിയ കോർട്ടി കട. മാൾട്ടൺ ബൊട്ടിക്ക് പ്രിൻസസ് റോഡ്.
ടോറോ വലിയ റൗവ ടോറോ കഫേ ആൻഡ് ബേക്കറി. ജൂതന്മാരും അപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഇത് ഇവിടെയുണ്ട് അവസാനിച്ചു കേട്ടോ. ഇവിടെയുണ്ട് അവസാനിച്ചു. ഇവിടെ നിന്നിട്ടാ പള്ളിയിലേക്ക് ഇത് നോ എൻട്രി. ഇത് നോ എൻട്രി പീറ്റർസെല്ലി സ്ട്രീറ്റ്. അപ്പോൾ വാസ്കോഡ ഗാമ ഇവിടെ പള്ളിയിലേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലൊരു സ്ഥലത്തേക്ക് ഇനി എത്തുള്ളൂ. ബാസ്റ്റൺ സ്ട്രീറ്റ് ചിലപ്പോൾ അപ്പുറത്തായിരിക്കും കേട്ടോ. ആ ഭാഗത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമയുടെ പള്ളി. വാസ്കോഡ ഗാമ പള്ളിയുണ്ട്. പിന്നെ വന്നിട്ട് സാൻ ഫ്രാൻസ്കോ എന്നാ ഇതൊക്കെ പറഞ്ഞിട്ട് വേറൊരു പള്ളി അപ്പുറത്തുണ്ട്. ആ പള്ളികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എന്താണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. ഇതാണ് പള്ളി. ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. വീടിൻ്റെ സൈഡിലാണത്. കമ്പിയുടെ അത് വെച്ചാണ്. അത് എന്തിനാണെന്നറിയാം? ജനലെന്ന് ആരും കുത്തി പൊളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? കാരണം ഇത് റോഡിൻ്റെ സൈഡിലല്ലേ, ചുറ്റും അതിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കണ്ടോ? ഇത് അവിടേക്ക് പോണത് വാസ്കോഡ ഗാമ സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് വരികയാണ് കേട്ടോ. ബർഗർ അതാ ആ ബർഗർ സ്ട്രീറ്റ് അപ്പുറത്ത്. ഇതെവിടെയാണ് ഞാൻ പറഞ്ഞു അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ എന്തിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ തോന്നുന്നുണ്ട്. ഇതാണ് ബർഗർ സ്ട്രീറ്റ്. അതാണ് ബർഗർ സ്ട്രീറ്റ്. ഈറ്റ് കൊച്ചി. ഇത് കേരള കഫേ എൻ കൊച്ചി. ഞങ്ങൾ കഴിച്ചില്ല. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കഫേ ക്യൂബ. സാൾട്ട് ആൻഡ് പെപ്പർ. അത് ബസ് സ്റ്റാൻഡ് കേട്ടാ. ബസ് കണ്ട ബസ്. എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വല്ല ജ്യൂസ് എന്തെങ്കിലും വേണം? അതൊക്കെ എങ്ങനെ പോയാലും ഒക്കെ വഴികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളാണ്. അതെ. നമുക്കത് ഇതിലെ പോവാ. ഇത് വണ്ടി വരും കേട്ടോ. വണ്ടി വരണ്ടേ? മരം മുറിച്ചിട്ടാണ് എനിക്ക് മരം വീണ് കിടക്കണം കേട്ടോ. അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങളിങ്ങനെ കുറേ ആയിട്ട് നടക്കണേ. ഫോർട്ട് കൊച്ചി ഉണ്ടല്ലോ, ഫോർട്ട് കൊച്ചി ഇങ്ങനെ കുറേ നടന്ന് ഞങ്ങൾക്ക് ഇതൊന്നും ക്ഷീണമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ എന്തായാലും ഫോർട്ട് കൊച്ചി മുഴുവനും കണ്ടിട്ടേ ഞങ്ങളൊന്ന് പോവുള്ളൂ. അതാണ് മനസ്സിൽ ഉദ്ദേശം. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് മറ്റേ സാധാരണ ഓണ ബോട്ടുകളില്ലേ, ഗവൺമെൻറ് ബോട്ടുകൾ, അതൊക്കെ ഓണ സ്ഥലം തോന്നുന്നു കേട്ടോ അത്. അപ്പം ഞങ്ങളേ 5:15 ഒരു വാട്ടർ മെട്രോ ഉണ്ട്, അതിൽ കയറാനുള്ള പരിപാടിയാണ്. അതിൽ കയറി ഞങ്ങൾ
ഹൈക്കോടതിയിലേക്ക് പോകണം. അപ്പം അതിൽ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയ്ക്കുള്ള മെട്രോയിൽ കയറും ചെയ്യാലോ. അതല്ലെങ്കിൽ പിന്നെ ബോട്ടല്ലത് കപ്പലാ. അപ്പോൾ കപ്പലാണത്, കപ്പൽ. ഓടി കഥച്ചിട്ടാ വരുന്നത്. വാ, ഫോർട്ട് കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ. ഇനി അതിലേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ 5:15 ഒരു വാട്ടർ മെട്രോ ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്നുള്ള പരിപാടിയാണ്. അപ്പോഴേ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ ഒരു ഇതുകൊണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനി 5:20 ഒരു വാട്ടർ മെട്രോ ഉണ്ട്. അത് മറ്റേ ഹൈക്കോടതിയുടെ അവിടേക്ക്. അതിലങ്ങോട്ട് കയറിയിട്ട് ഹൈക്കോടതിയുടെ അവിടെ ചെന്ന് ബസ് കയറുക. ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ ഏതാണോ അവിടെ നിന്ന് ആലുവയ്ക്ക് കയറുക. ആലുവയിൽ നിന്ന് പിന്നെ ബസ്സിന് കയറുക. 6:55 വരെയാണ് ലാസ്റ്റ് വാട്ടർ മെട്രോ കേട്ടോ. ലാസ്റ്റ് വാട്ടർ മെട്രോ അത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നായാലും ഇവിടെ നിന്നായാലും ലാസ്റ്റ് 6:55 ഏറ്റവും അവസാനത്തെ വാട്ടർ മെട്രോ. ഓക്കെ, വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ് കേട്ടോ. അവിടെ വാട്ടർ മെട്രോ വന്നിട്ടുണ്ട്. അവിടെ ചീനവല. ഇതവിടുന്ന് വാട്ടർ മെട്രോന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. ആ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വാട്ടർ മെട്രോ കേട്ടോ. കോടതി ജംഗ്ഷനിലേക്കാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. കയറിക്കോ. ഞങ്ങൾ സീറ്റ് ഇട്ടൊന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ടിരിക്കാം. സൈഡിലോടെ ഇട്ടോ നിൽക്കാം. അയ്യടാ, എന്നോട് ഇവിടെ പോട്ടെ. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകണം. വാട്ടർ മെട്രോയിൽ തന്നെ നല്ല സുഖമായിട്ട് AC ആണ്. AC ആണ് നല്ല സുഖമാണ് AC ഇരിക്കാനായിട്ട്. വെറും 40 രൂപ. 40 രൂപ കൊണ്ട് സുഖമായിട്ടുള്ള യാത്ര. ഫോൺ താറ്റി മെട്രോ സ്റ്റാർട്ടായിട്ടോ. ഇളങ്ങിക്കൊണ്ടിരിക്കുക. പുല്ലിങ്ങണ്ട് കിടന്നിട്ട്. കടലിൻ്റെ കാണാ കാഴ്ചകൾ.
കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് കിടക്കാൻ നമുക്ക് അനുമതിയില്ല. അടുത്ത ടെർമിനലിൽ ഇറങ്ങാനും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ പുറത്തുനിന്ന് നിന്നിട്ട് എടുക്കാനൊക്കെ ചെറിയൊരു തടസ്സമുണ്ട്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാണാവുന്ന വീഡിയോകളൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണെന്നാണ് തോന്നണത് കേട്ടോ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്ത് അവിടെ ഒരു ചെറിയൊരു കപ്പൽ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ആ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ, ആ പോണുണ്ടോ, സാഗരറാണി പോണുണ്ടോ. അതും സാഗരറാണി തന്നെയാണ് തോന്നുന്നത്. അത് സാഗരറാണിയാണ്. സാഗരറാണി അത് അവിടെ മറ്റേ ബോട്ട് ജെട്ടില്ലേ, മറ്റേ APJ അബ്ദുൽ കലാം ഇല്ലേ മറൈൻ ഡ്രൈവില്, അവിടേക്ക് പോകണം. അവിടെയാണ് അതിൻ്റെ അതാ ഇത് മെട്രോ. ആഹാ, എന്താ ഭംഗിയില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ മെട്രോന്. ഇതാണ് കേട്ടോ ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസിൽ ഇത് പോകില്ല കേട്ടോ. ഇത് നേരെ ഹൈക്കോർട്ടിലേക്കാണ് പോവുക. ഹൈക്കോർട്ട് ടെർമിനലിലേക്കാണ് പോവുക. ഇതാണ് ബോൾഗാട്ടി. അടുത്ത മെട്രോ വരുന്നു. അതാണ് കേട്ടോ അവിടെ ബോൾഗാട്ടി പാലസിൻ്റെ. ഒരു മെട്രോ പോകണം. ഹൈക്കോർട്ട് വാട്ടർ മെട്രോൻ്റെ ടെർമിനൽ ഉണ്ടല്ലോ, അവിടേക്ക് എത്തിയിട്ടോ. ഇറങ്ങുകയാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്തുനിന്നുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, വാട്ടർ മെട്രോ ഇവിടെ എത്തിയിട്ടോ. എല്ലാവരും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അറിയിക്കാം. It's the other side of the boat.
ആ അത് ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക് ചാർജ് ചെയ്യാനുണ്ടോ? ഇത് ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക് ഈ വാട്ടർ മീറ്റർ ഉണ്ടല്ലോ, ഈ വാട്ടർ മീറ്റർ കംപ്ലീറ്റ് ഇലക്ട്രിക്കാണ്. ഇവിടെ ചാർജ് ചെയ്യാനുണ്ട്. അവിടെ അവിടെ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചോ നോക്കാം. അവിടെ ഇത് അവിടെ കേട്ടാ. ആ ഇനി അത് ഫുൾ ചാർജ് ആയതിനു ശേഷം അങ്ങനെ നല്ല രസമുണ്ടാവും. അപ്പുറത്തുണ്ട് ഞങ്ങൾ വാട്ടർ മീറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടോ. യാത്ര ചെയ്യാനായിട്ട് എല്ലാവരും അവിടെ ആളില്ലെന്നുണ്ട്. അതിലെ പോരാ, ഇവിടെ ആളില്ല. ഇവിടെ കൊടുത്താ കടക്ക്. ഇതിലാണ് പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നമ്മൾ പുറത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കണം. അങ്ങനെ വാട്ടർ മെട്രോയിലുള്ള യാത്ര അങ്ങോട്ട് അവസാനിച്ചു. പിടിച്ചോ അവൻ്റെ നിന്ന് കപ്പലിൽ പിടിച്ചോ. ഇത് മറൈൻ ഡ്രൈവാണിത്. ഇവിടുന്ന് അറ്റം വരെ നടന്നു പോകാൻ പറ്റും നമുക്ക്. ആ പിന്നെ ഇവിടുന്ന് അറ്റം വരെ നടക്കാം. ഇതിൻ്റെ ഇവിടുന്ന് അറ്റം വരെ അങ്ങോട്ട് നടക്കാം. ആ കോടതി ജംഗ്ഷനാണ് കേട്ടത്. ഹൈക്കോർട്ട് കോടതി ജംഗ്ഷൻ. കോടതി വിട്ടില്ല. കോടതിക്ക് ഇവിടെ പോകണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഇത് വാട്ടർ മെട്രോയുടെ ടെർമിനൽ. വാട്ടർ മെട്രോ ടെർമിനൽ. ഇവിടെ നിന്ന് നമുക്കിത് ഇവിടെ നിന്നാണ് പുറത്തേക്ക് കിടക്കത്തില്ലേ. അപ്പം നേരത്തെ ഇതിലല്ലോ നമുക്ക് അവിടെ പോയിട്ടേ. അപ്പോഴേ വാട്ടർ മെട്രോയിലത്തെ യാത്രയുണ്ടല്ലോ, വളരെ സുഖകരമായ യാത്രയാണ് കേട്ടോ. 40 രൂപയുള്ളൂ ഒരാൾക്ക്. അങ്ങോട്ട് 40 രൂപ ഒരാൾക്ക്, ഇങ്ങോട്ട് 40 രൂപ. ഫോർട്ട് കൊച്ചി വരെ പോയി സുഖമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ നെഹ്റു പാർക്കിൻ്റെ മുൻപിൽ പോയിട്ട് ഇറങ്ങാം. സുഖമായിട്ട് ഒരു ദിവസം നിങ്ങളും ഒക്കെ വന്ന് കണ്ടൊക്കെ നോക്കി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഹൈക്കോർട്ട് ജംഗ്ഷൻ. ആ സ്നാക്സിൻ്റെ കടകളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ആ അങ്ങനെയാണല്ലോ. കൊച്ചി എന്ന് പറഞ്ഞതല്ലേ, കൊച്ചി കണ്ടവന് പിന്നെ അച്ചി വേണ്ടെന്ന് പറഞ്ഞത്. ആ നമുക്കിനി അവിടെ നിന്ന് ബസ് എന്തും കിട്ടും. പാടങ്ങളിരിങ്ങനെ ഇരിപ്പണ്ട. ആ പാടങ്ങൾ വെച്ചാൽ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അവിടെ പോയിക്കോ. അവിടെ എവിടെ അതാ ടിക്കറ്റ്.
നിർക്കാം. ഇത് ടൗൺ ഹാള് മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇവിടുന്ന് ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ആലുവയ്ക്ക് പോണത്. നല്ല ക്യൂ ആണല്ലോ. നല്ല ക്യൂ ഉണ്ട്. അപ്പം ഇനി നമ്മൾ ആലുവ ഭാഗത്തേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് 1. ആ അതിന് പോകാൻ പറ്റുമോ? എന്നാ വേണ്ട, അതിൽ പോവാം. ഓ ഇപ്പം ചവിട്ടൊന്നും കയറാൻ പറ്റാണ്ട ഇല്ല. ഇതിൽ മാത്രം പോകുള്ളൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ചവിട്ട് കയറി പോകാൻ പറ്റില്ലെന്ന്. ഞാൻ ചവിട്ട് കയറി പോയേനെ. ഞാൻ അങ്ങനെ ഞങ്ങൾ ആലുവയ്ക്ക് ടൗൺ ഹാളിൽ നിന്ന്, അത് തൃപ്പൂണിത്തുറയ്ക്ക് പോണതാണ് 2. ഇത് ആലുവയ്ക്ക് ആലുവ ഭാഗത്തേക്കുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 1. പോരാ. പ്ലാറ്റ്ഫോം നമ്പർ 1 റൈറ്റിലേക്ക്. പ്ലാറ്റ്ഫോം നമ്പർ 2 തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്, അത് റൈറ്റിലേക്ക് തന്നെ. ഇതിലെ തുള്ളി. ആ എൻ്റെ പൊന്നെ 2 കാരണം കേട്ടോ. ആലുവയ്ക്ക് കാണാനില്ല. ഏയ് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക്. ഇപ്പം 2 എസ്കലേറ്റർ കയറി കേട്ടോ. ടൗൺ ഹാള് അച്ചിരിപ്പടി ലിസി ജംഗ്ഷൻ. ആലുവയ്ക്ക് ഇപ്പം 3 ആ ഏറ്റവും മുകളിലേക്ക് പോണെന്ന്. ഇപ്പം 3 കഴിഞ്ഞില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണെന്ന് ആലുവ ഭാഗത്തേക്ക്. അപ്പോൾ 2 ടെർമിനലുണ്ടാവും. 2 ടെർമിനലല്ല, 2 എന്തിട്ടാണ് പറയണേ എനിക്കറിയില്ല. ഇനിയും കയറണം മുള്ളിക്ക്. ഇനിയും പോടുന്നവരുണ്ട്. ഇനിയും കയറുന്നവരുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ ഇനിയും കയറണ്ടേ മുള്ളിക്ക്. പോവാന്നേ. ഇതേ അവിടെ എഴുതി വെച്ചേക്കണ്. കണ്ടാ പ്ലാറ്റ്ഫോം എത്തി. ഇതാണ് ആലുവ ഭാഗത്തേക്കുള്ള ടൗൺ ഹാൾ സ്റ്റേഷൻ. പോവേ ഇതെങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എത്ര മണിക്ക്? 7 minutes after. ആ 6
ആ അതായത് എനിക്ക് എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയോ? അതായത് 12:18 6:45 പോരും അവിടെ അവിടെ ഇരിക്കുക. അത് തൃപ്പൂണിത്തുറ ടെർമിനൽ കേട്ടോ. ഇരിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കാം. അവിടെ ഒരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കാം. ആ ഇതേ പോണുണ്ടോ മെട്രോ പോണുണ്ട്, തൃപ്പൂണിത്തുറയ്ക്കുള്ള മെട്രോ പോണുണ്ടോ. അതെന്ത് രസമാണ് മെട്രോ പോകുന്നത്, നല്ല രസമുണ്ട് അല്ലേ? ആ നമ്മൾ ഇവിടെ നമുക്ക് കേട്ടോ അതേ മെട്രോ വന്നു കേട്ടോ, തൃപ്പൂണിത്തുറയ്ക്കുള്ള മെട്രോ. അപ്പം ഞങ്ങളേ ഇവിടെ ടൗൺ ഹാള് മെട്രോ ടെർമിനലിലാണ്. ഇനി ആലുവയ്ക്ക് പോകാനുള്ള മെട്രോ ഇപ്പോൾ വരും, ഒരു 2-3 മിനിറ്റുകൊണ്ട് വരും. അതിന് കയറിയിട്ട് പോവാം. ഒരു പോറായിട്ടോ തൃപ്പൂണിത്തുറയ്ക്കുള്ളതാണ്. പോയി തൃപ്പൂണിത്തുറ ലാസ്റ്റ് തൃപ്പൂണിത്തുറയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആ ഫ്രണ്ട് വശല്ലേ അതിൽ ആള് കയറി അങ്ങോട്ട് വരും. കാണും അതിലാളില്ല. ഇനി അവിടെ ചെല്ലും.